ഗൈസ് പറയാനായിട്ട് എന്താ മിണ്ടായിരിക്കണമെന്നറിയോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണ വീഡിയോ എന്താ വെച്ചാൽ വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ ആണ്. ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എന്തൊക്കെ കഴിച്ച് പുളക്കുന്നു എന്നാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ എനിക്കറിയാം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുമെന്ന് എന്തോ എനിക്കറിയാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, നിങ്ങൾ എന്തോ പറ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ അതും പറ, ഇഷ്ടപ്പെട്ടില്ലേ അതും പറ. സോ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു സംഭവം ഞാൻ ജിഞ്ചർ ടീ കുടിക്കും രാവിലെ. അതായത് സോറി ഗൈസ്, ജിഞ്ചർ ടീ അല്ല, ജിഞ്ചർ വാട്ടർ. അതായത് നമ്മൾ ഇഞ്ചി ചതച്ച വെള്ളം ആദ്യം ഈ മുണ്ണാ കുടിച്ചിറക്കണം. അതാണ് ജിഞ്ചർ. വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഇഞ്ചി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചതച്ചിട്ട് അതിനകത്തോട്ടിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം തിളപ്പിച്ചിട്ട് ഇത് തണുത്തതിന് ശേഷം ഇത് കുടിക്കുക. ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്രിങ്ക്. കാരണം ഇത് കുടിക്കാനുള്ള കാരണം വെച്ചാൽ ഇഞ്ചിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, നമ്മുടെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കുറയ്ക്കും. പിന്നെ നമ്മുടെ ഓവറോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെ ഇംബാലൻസ് ചെയ്യുന്ന ലൈക്ക് അത് പിന്നെ ആൻഡ് ഓൾസോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് നമ്മളെ ബോഡീസിന് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് സംഭവം. പിന്നെ നമ്മുടെ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അതായത് ഇപ്പം നമ്മുടെ നമ്മൾ ഈ പീരിയഡ്സ് പെയിനൊക്കെ സമയത്തുള്ള യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഈ രാവിലെ എനിക്ക് മനം പെരുട്ടൽ ഛർദ്ദിക്കാനൊക്കെ തോന്നണമെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ ഇഞ്ചി അടിപൊളിയാണ് ഗൈസ്. പിന്നെ വെയിറ്റ് ലോസിനും ഇഞ്ചി അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. കാരണം ഇത് ഇൻസുലിൻ റിലീസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് കുറയ്ക്കുന്നുണ്ട്. വെയിറ്റ് ലോസ് ബൂസ്റ്റ് ചെയ്യും, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഓവർ ഈറ്റ് ചെയ്യാതെ നമുക്കൊരു ഫുൾഫിൽനെസ് നമ്മുടെ വയറ്റിന് തരുന്ന ഒരു സംഭവമാണ് ഇഞ്ചി എന്ന് പറഞ്ഞാൽ. സോ ഇഞ്ചി ഇട്ട വെള്ളമാണ് ഞാൻ ആദ്യം രാവിലെ മുണ്ട കുടിച്ചിറക്കുന്നത്. നിങ്ങളെല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് വീട്ടിൽ ഇരിക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യും. ഇത് എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീനാണ്. ടാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടാക്ക് ആയുർവേദിക് കോടെ കുങ്കുമാതി സൺസ്ക്രീനാണ്. SPF 50 ഉള്ള സൺസ്ക്രീൻ, PA+++ ഉള്ള സൺസ്ക്രീനാണ്. ആൻഡ് നോക്കുകയാണെങ്കിൽ UV ആൻഡ് UV ലൈറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. ആൻഡ് നോക്കുകയാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ഡ്രൈ ഓയിലി സ്കിൻ ടൈപ്പിനൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് നമുക്കൊരു കംപ്ലീറ്റ് ജെൻറ്റിൽ ആയിട്ടുള്ളൊരു സ്കിൻ കെയർ ആണ് കേട്ടോ ഇത്. ആൻഡ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനൊക്കെ ഒരു സൺസ്ക്രീൻ ഹെവി ആയിട്ടുള്ള ഒരു ക്രീം ഇട്ടേച്ചണക്ക് തോന്നൂല. എനിക്ക് എപ്പോഴും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഫേസിൽ യൂസ് ചെയ്ത പോലെയാണ്. ആൻഡ് ഇതിനകത്ത് മെയിൻ ആയിട്ട് 2 ഇൻഗ്രീഡിയൻസ് ആണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വരുന്നത്. സാഫ്രോൺ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ലൈക്ക് ക്രോസിൻ ആൻഡ് ക്രോസെറ്റിൻ ഒക്കെ പറയുന്ന ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ കൂട്ടാനും ബ്രൈറ്റ്നസ് കൂട്ടാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ അത് യൂസ് ചെയ്യണം എന്താണെന്ന് അറിയുമോ, എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ആൻഡ് ക്യാരറ്റ് സീഡ് ഓയിൽ എന്ന് പറയുന്നത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ സൺ ഡാമേജ് നമ്മുടെ സ്കിൻ സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. സോ ഇതിന് മുമ്പ് ഞാൻ ടാക്കിൻ്റെ ഒരു സൺസ്ക്രീൻ പൊന്നോ അതൊരു ജിഞ്ചിലാക്കളി സൺസ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എനിക്ക് അതിന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ. സോ അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എനിക്കിത് ഭയങ്കര മോയ്സ്ചറൈസർ കണക്കാൻ ഫീൽ ചെയ്യുന്ന നല്ല ഒരു എന്താ പറയുക നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യും നല്ലൊരു എഫക്റ്റ്. നോക്കുകയാണെങ്കിൽ ഒരു കുങ്കുമാതിയുടെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, നറിഷിങ് ആണ് ആൻഡ് സൂപ്പറാണ്. നിങ്ങൾക്കൊരു നോ മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അത്രയ്ക്ക് അടിപൊളിയാണ്. സോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കിയോ. ഞാൻ ഈ പ്രോഡക്റ്റിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മറ്റുള്ളവരുടെ റിവ്യൂ കൂടെ വേണമെങ്കിൽ നോക്കുക. പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ ഈ ഇവിടെ നിന്ന് കഴിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഗൈസ്? ഞാനല്ലേ ബാക്കിൽ എൻ്റെ 2-3 പൂച്ചകൾ കൊണ്ട് അവരെല്ലാവരും ഇതല്ല കഴിക്കുന്ന ഗൈസ്. കാരണം അവർ ഭയങ്കര കോസ്റ്റ്ലിയാണ്. രാവിലെ ക്യാറ്റ് ഫുഡ്, ഉച്ചയ്ക്ക് ചോറ്, അങ്ങനെ അവിച്ചതും പൊരിച്ചൊക്കെയാണ് അവർ കഴിക്കണം. ഞാൻ കഴിക്കുന്നതാ നമ്മുടെ ദോശയും സാമ്പാറുമാണ്. ആക്ച്വലി നമ്മളിവിടെ ദോശ സാമ്പാർ ഉണ്ടാക്കണം വെച്ചാൽ ഞായറാഴ്ച വീട്ടിൽ ചിക്കൻ കറി വയ്ക്കില്ല. അത് കണക്കാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്പെഷ്യൽ അല്ലെങ്കിൽ എല്ലാവരും നിൽക്കുമ്പോൾ അങ്ങനെ ദിവസം നമ്മൾ ഇഡ്ഡലി സാമ്പാർ ദോശ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നു. അല്ലാത്ത ദിവസം നമ്മൾ എന്തെങ്കിലും വളരെ ലളിതമായുള്ള ആഹാരമാണ് കഴിക്കുന്നത്. ഇപ്പം ഞാൻ വീട്ടിലുണ്ട്, മാള് വീട്ടിലുണ്ട്, അമ്മ വീട്ടിലുള്ളതുകൊണ്ട് നമ്മൾ ഇഡ്ഡലി സാമ്പാറും ദോശയും സാമ്പാറും കഴിക്കുന്നത്. രണ്ടുപേരെ പോലെ തന്നെ ഷേപ്പ് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം ഞാൻ 2 എണ്ണം കഴിക്കും. എന്നിട്ട് സാമ്പാർ ഫുള്ള് ഞാൻ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഈ രാജകുമാരിയുടെ ഗ്ലാസ് ഞാൻ കുടിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഗൈസ്? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല ഗൈസ്. കാരണം ഇത് പഴങ്കഞ്ഞി വെള്ളമാണ്. അത് നമ്മുടെ പഴിഞ്ഞിയുടെ വെള്ളം. അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസത്തെ ഡൈജഷൻ അടിപൊളിയാക്കും. ആൻഡ് ഓൾസോ നമുക്ക് ഫുൾ ഡേ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് തണുപ്പ് കിട്ടും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് സെലേനിയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സന്ധിവാതം, ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, പിന്നെ ക്യാൻസർ എന്നൊക്കെ ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നോക്കി നമ്മുടെ ചർമ്മരോഗങ്ങൾ, അതായത് അലർജി, എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അടിപൊളിയുള്ളതാണെന്ന് വെച്ചാൽ ഇപ്പോൾ പഴങ്കഞ്ഞിയുള്ള വെച്ച് ഫേഷ്യൽ ചെയ്യണമെന്നല്ല, കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ദഹനം നന്നായിട്ട് നടക്കുകയും ചെയ്യും. നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ
ഇറിറ്റേഷനൊക്കെ ഇല്ലേ, അതായത് നമ്മുടെ മലബന്ധമൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള സാധനമാണ് ഈ സാധനം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ദിവസവും കുടിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിനായാലും ഫുൾ ബോഡിക്കായാലും. അത് നോക്കണേ ഇതിനകത്ത് വൈറ്റമിൻ B6 B12 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സോ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വൈറ്റമിൻസ് ഉള്ള ഒരു സൂപ്പർ എക്സ്പെൻസീവ് ഫുഡാണ് പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ രാവിലെ ചായ, പാല്, കാപ്പി ഒന്നുമില്ല, നമ്മുടെ ഇഞ്ചി വെള്ളം, അതിന് ശേഷം എന്താ നമ്മുടെ പലഹാരം കഴിക്കുമ്പോൾ, അതായത് നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം പഴിഞ്ഞ വെള്ളമാണ് ഗൈസ് ഞാൻ മുണുങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു 11, 12, 1 മണിക്കിടയിൽ ചെയ്യുന്ന കാര്യമാണ് ഇത് നമ്മുടെ കരിക്ക്. പക്ഷെ കരിക്ക് ഞാൻ ഒന്നും കുടിക്കുകയൊന്നുമില്ല, ഇതിപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. കരിക്ക് വെള്ളമാണ് നമ്മൾ എടുക്കാൻ വേണ്ടത്. കരിക്കുവെള്ളത്തിന് ഒരുപാട് ഉപയോഗമുണ്ട്. നമ്മുടെ യൂറിനറി ട്രാക്റ്റിൻ്റെ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യും, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നമുക്ക് ഈ സമ്മർ ടൈമിൽ നമുക്ക് നല്ല ഹൈഡ്രേഷൻ കിട്ടും, ഫുൾ ബോഡിക്കുള്ള ഹൈഡ്രേഷൻ. ഇപ്പം നമുക്ക് ചൂട് കാരണം കുരുവോ റാഷസോ അലർജീസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ കരിക്കിൻ്റെ വെള്ളം എടുക്കുന്നുണ്ട്. സോ ഇത് സൂപ്പറാണ്. പക്ഷേ ഇതെനിക്ക് ഞാൻ ഇപ്പം എന്നും കരിക്ക് ജ്യൂസ് കുടിക്കാൻ അത് നമുക്ക് പറ്റൂല. നമുക്കിവിടെ തേങ്ങയും വെള്ളയൊന്നുമില്ല. അപ്പം ഞാനിതിപ്പോൾ ഞാൻ പോയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നല്ല വിലക്കുറവിന് കണ്ടപ്പോഴത്തേക്ക് ഒരു 3-4 ഞാൻ ഇവിടെ എനിക്കും അമ്മയ്ക്കും മാലിനൂടെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ കുടിച്ചാണ് കേട്ടോ. ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ എന്നുള്ള രീതിയിലാണ് ഇരിക്കണത്. കാരണം ഇത് അടിപൊളിയാണ് ഗൈസ്. അതിന് ശേഷം ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കുടിക്കുന്ന ഒരു സാധനമുണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉള്ളതായിരിക്കും ചിയാ സീഡ് എന്ന് പറയണത്. ചിയാ സീഡിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. ഹൈഡ്രേഷന്, സ്കിൻ അടിപൊളിയാക്കാൻ, വെയിറ്റ് ലോസിനൊക്കെ ഒരു അടിപൊളി സാധനമാണ് ഇതെന്ന് പറയണത്. മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യും, ഫാറ്റ് ലോസിനൊക്കെ സൂപ്പറായിട്ടുള്ളതാണ്. ഇതിനകത്ത് തട്ടിയിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി ഞാൻ ഇതിനകത്ത് തട്ടി കുറച്ച് നേരം വച്ചിട്ട് നന്നായിട്ട് ഇത് അങ്ങ് എടുത്ത് കുടിക്കും. കാരണം എനിക്ക് പച്ചവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് ചിയാ സീഡ് കുടിക്കുന്നതിന് സത്യം ചെയ്യില്ല, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. എനിക്ക് ടേസ്റ്റ് എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു തേൻ വാങ്ങിച്ചിട്ട് കരിക്ക് കുടിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ബെനിഫിറ്റ്, ഒരു സന്തോഷം തോന്നുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഇൻട്രസ്റ്റ്. പക്ഷേ കരിക്കിലിട്ട് കുടിച്ചപ്പോൾ എൻ്റെ പൊന്നോടെ ഓവസീന് സാധനം. അതിന് ശേഷം എന്താ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ആപ്പിള്, കിവി, പേരയ്ക്ക നമ്മളിവിടെ പേരയിൽ കാച്ച പേരയ്ക്കയാണ്. ഇത്രയാണുള്ളത്. എൻ്റെ ആപ്പിൾ ഞങ്ങൾക്ക് ആപ്പിൾ തോട്ടമില്ല, കിവി തോട്ടമില്ല. അപ്പം ആപ്പിള് ഇവിടെ ഞാൻ തീരുമാനിച്ചു ഒരു ദിവസം ഒരു ആപ്പിളെങ്കിലും കഴിക്കണമെന്ന്. കാരണം ആപ്പിളിന് ഒരുപാട് ഫൈബറുണ്ട്, ഡൈജഷൻ പ്രോപ്പറാക്കാൻ ഏറ്റവും നല്ലതാണ്. കിവി എനിക്കങ്ങനെ കിവി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ കണ്ടപ്പോഴത്തേക്ക് വാങ്ങിച്ചാണ്. പിന്നെ കിവിയിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട്. അപ്പം അടിപൊളിയാണ്. പിന്നെ ഇപ്പം നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഓറഞ്ച് നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഓറഞ്ച് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ദിവസം ഓറഞ്ച്, ഒരു ദിവസം കിവി, ഒരു ദിവസം ഓറഞ്ച്, ഒരു ദിവസം കിവി, അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പം നമുക്കത് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സത്യം പറഞ്ഞാൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളെ ഒരു ദിവസം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പക്ഷെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തെന്ന് പറയും. ഇതിനൊക്കെ ഒടുക്കത്തെ വിലയാണ്. സത്യം പറയാലോ, ആപ്പിളിനും കിവിക്കൊക്കെ നല്ല റേറ്റാണ്. അപ്പം ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തണ്ണിമത്തൻ വാങ്ങാൻ കിട്ടും. തണ്ണിമത്തൻ 40 രൂപയ്ക്കൊക്കെ ഒരെണ്ണം വാങ്ങാൻ കിട്ടും. ആ നിങ്ങൾക്ക് ഒരു 3-4-5 ദിവസം നിങ്ങൾക്ക്, അല്ലെങ്കിൽ 3-4 ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഓറഞ്ച് വാങ്ങിച്ചു വയ്ക്കുക ധാരാളമാണ്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് വീടിന് ചുറ്റുമുള്ള ഫ്രൂട്ട്സ്, പപ്പായ അല്ലാന്നുണ്ടെങ്കിൽ പേരയ്ക്ക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിന് പാഷൻ ഫ്രൂട്ട്, ഇതൊക്കെ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചുറ്റും കിട്ടുമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത് ഗൈസ്. നമുക്ക് കുറച്ച് ചോറ് കഴിക്കാം. ഉച്ചയ്ക്ക് ചോറ്, മരിച്ചീനി, മീൻകറി, സാമ്പാർ, രാവിലത്തെ സാമ്പാർ. ഇതാണ് ഞാൻ ചോറെടുത്ത ക്വാണ്ടിറ്റി. ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, പക്ഷേ മീൻ കഷ്ണവും ഒക്കെ എടുത്തിട്ടുണ്ട്. മരിച്ചീനി ഞാൻ എടുത്തിട്ടുണ്ട്. മീനുണ്ടെങ്കിൽ എനിക്ക് മരിച്ചീനിട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കണം ഗൈസ്. പിന്നെ ഞങ്ങൾ കഴിക്കുന്നത് ഞാൻ, അമ്മ, മാളു, അക്കു, മൂത്ത മുറപ്പയ്യനും ഉണ്ടായിരുന്നു. ഇളയ മുറപ്പയ്യൻ എന്തോ പരീക്ഷ എന്താണെന്ന് പറഞ്ഞാൽ പോയി. നമ്മൾ ഇത്രയും പേരായിരുന്നു ഉണ്ടായത് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ചോറ് കഴിക്കണത്. അമ്മ ജോലിക്ക് പോയിട്ട് അമ്മ കഴിക്കാൻ വരും. അപ്പോഴത്തേക്കാണ് നമ്മൾ ചോറ് കഴിക്കണത്. ആൻഡ് ഗൈസ്, ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം കേരള മീൽ, വീട്ടിൽ ഉണ്ടാകുന്ന മീൽ, എനിക്ക് പുലാവൊക്കെ തിന്നണമെന്ന് ചില സമയത്ത് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കും അമ്മയ്ക്കും അത് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെനക്കെടാനുള്ള ഒരു മനസ്സ് പോലും എനിക്കില്ലാത്ത കുഴിമടിയെത്തിയായ ഞാനാണ് ഗൈസ്. പിന്നെ ഈ കറി വെല്ലാം പറ്റുമോ ഗൈസ്? ചോറ്, സാമ്പാർ, മീൻ കറി, മരിച്ചീനി, വേറെന്ത് വേണം? ഓക്കെ ഗൈസ്, നമ്മളിവിടെ മരിച്ചീനില്ല, ആക്ച്വലി നമ്മളിവിടെ കിഴങ്ങെന്നാണ് വിളിക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 കിഴങ്ങുള്ളത് കൊണ്ട് തന്നെ എൻ്റെ അമ്മ അതിനെ ഇപ്പോൾ മരിച്ചീനി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞങ്ങളിത് കഴിക്കും. ഇത് കഴിച്ചതിന് ശേഷം ഇനി എനിക്ക് കുറച്ച് നേരത്തേക്ക് ഒന്നും വേണ്ട, ഒന്നുമില്ല. അതിന് വേണ്ടിയുള്ള ഡൈജഷൻ സമയം കൊടുക്കുക. ഒന്നും ഞാൻ അങ്ങോട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോണില്ല. അതിന് ശേഷം
രാത്രി, അതായത് ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് ഞാനൊരു ജിഞ്ചർ ടീ, വീണ്ടും ഇഞ്ചി, ഇത്രയ്ക്ക് ഇഞ്ചിയാണെന്ന് ചോദിക്കരുത് ഞാൻ, ജിഞ്ചർ ടീ, അതായത് നമുക്ക് ലൈം ടീ കുടിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇരുട്ടി എന്ന് കാണിച്ചു തന്നെയാണ്, ലൈം ടീ കുടിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടീ ഉണ്ട്, ഗ്രീൻ ടീ കുടിക്കാം, ഞാനിപ്പോൾ കാർഡമൻ ടീ കുടിക്കാം, ഞാൻ ഇപ്പം ജിഞ്ചർ ടീയാണ് കുടിക്കുന്നത്. ഇപ്പം നിങ്ങൾ എൻ്റെ ഇത് ഡയറ്റ് കാണുമ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലാവും, ഞാൻ പാല് യൂസ് ചെയ്യുന്നില്ല, തൈര് അങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്യുന്നില്ല, ജിഞ്ചർ ടീ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ടീ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന വരും. അപ്പം ഞാൻ ചില ദിവസം ഗ്രീൻ ടീ കുടിക്കും, ഇല്ലെങ്കിൽ ചില ദിവസം ജിഞ്ചർ ടീ കുടിക്കും. അപ്പം എൻ്റെ ഒരു അക്കോർഡിംഗ് ടു മൈ ഒരു എൻ്റർടൈനിങ് അനുസരിച്ച് ഞാൻ അങ്ങനെ ഒരു ഇതാണ്. ഇപ്പം ജിഞ്ചർ ടീ ആണ് ഞാൻ ഇപ്പോൾ കൂടുതൽ, കാരണം എനിക്ക് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ഞാൻ ഇഞ്ചി വെച്ച് അരച്ചുള്ള സാധനങ്ങളിലാണ്, അല്ലെങ്കിൽ ഇഞ്ചി കൊണ്ടിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഇടയ്ക്കുള്ള സ്വഭാവങ്ങളിൽ ഞാൻ ഭയങ്കര ഇഞ്ചിയാണെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഗൈസ്. ബിക്കോസ് ഐ ആം ആൻ ഇഞ്ചി, സോ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇഞ്ചി റിലേറ്റഡ് ആണ് ഗൈസ്. ഐ ആം ആൻ ഇഞ്ചി ഗേൾ. എൻ്റെ നൈറ്റ് നമ്മുടെ ഫുഡെന്ന് പറയണത് ഇതാണ് ഗൈസ്. വെള്ളരി, ക്യാരറ്റ്, ഉപ്പും നമ്മുടെ നാരങ്ങയുടെ നീരൂടെ പിഴിഞ്ഞൊഴിച്ച ഒരു സാലഡാണ്. ഇതെന്തുകൊണ്ട് കഴിക്കുമെന്ന് വെച്ചാൽ രാത്രി നമ്മൾ ഒരുപാട് ഹെവി ഫുഡ് കഴിക്കാത്തതാണ് നല്ലത്. കാരണം നമ്മൾ കഴിച്ചിട്ട് കയറി കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഡൈജഷന് നടക്കൂല, അവസാനം നമുക്ക് ഈ ലോകത്തൊന്നും ഇല്ലാത്ത അസുഖങ്ങളും, അവസാനം എന്തിനാണ് ചുമ്മാ ഓരോരോ പ്രശ്നങ്ങൾ. സോ എനിക്ക് ഞാൻ ഇന്നത്തെ വാട്ട് ഐ ഏറ്റ് ഇൻ മൈ ഡേ എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിവതും ഒഴിവാക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ നിങ്ങളുടെ ഒരു ദിവസത്തെ ഡയറ്റിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. മസ്റ്റായിട്ടും വെജിറ്റബിൾസ് നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. കാരണം നമ്മുടെ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കണമെങ്കിലും നമുക്ക് ഫൈബറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾക്ക് ഷവായെന്നോ ഷവർമയെന്നോ കിട്ടാൻ പോണില്ല ഗൈസ്. അതിന് നമുക്ക് വെജിറ്റബിൾസിൽ നിന്ന് തന്നെ വേണം. സോ നന്നായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. ഇത് എൻ്റെ ഡയറ്റാണ്. ഞാൻ ചെയ്ത് എൻ്റെ കാര്യങ്ങൾ ഇത് കറക്റ്റ് ഞാൻ ചെയ്യുന്ന ഇപ്പം റീസെൻ്റായിട്ട് കുറേ നാളായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇഷ്ടപ്പെടണമെങ്കിൽ ഇത് ഫോളോ ചെയ്യാം. പിന്നെ നിങ്ങളെ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ നോക്കിയിട്ട് വേണം ഒരു ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഇപ്പം ജിമ്മിലൊന്നും പോയില്ല, വീട്ടിൽ വർക്കൗട്ടൊന്നുമില്ല. കാരണം എനിക്കിപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടൈമില്ല. കാരണം എനിക്ക് സത്യം ഞാൻ വീട്ടിൽ ചെയ്യാൻ പറ്റണ ഒരവസ്ഥയല്ല ഇപ്പം. അപ്പം എനിക്ക് വണ്ടി ഓട്ടിക്കാനും അറിഞ്ഞുകൂടാ, പോകാനും ഇവിടെ നല്ല ദൂരെയാണ്, നെടുമങ്ങാടൊക്കെ ഒരു ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ഗായ്സ് അപ്പം ഇതൊക്കെ എനിക്ക് വേറെ നിവർത്തിയുള്ളൂ. അപ്പം ഇപ്പം ഇത്രയും എൻ്റെ ഈ ഡയറ്റ് എടുത്തപ്പം തന്നെ എനിക്ക് നല്ല വെയിറ്റ് ലോസ് ഉണ്ട്. എന്നെ കുറേ നാളുമായിട്ട് കണ്ടിട്ട് എന്നെ കാണുന്നവർ പറയുന്നുണ്ട് നീ നല്ല മെലിഞ്ഞ് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം ഞാൻ നല്ല ആഹാരം എടുത്തിട്ടാണ് മെലിഞ്ഞത്. സോ ഇത് തന്നെ വേണം, എൻ്റെ മെറ്റബോൾസ് നന്നായിട്ട് കൂടുന്നുണ്ട്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. വീട്ടിൽ ഞാൻ എന്തോ പരാതി പറയണം, ഉപ്പ് കൂടിപ്പോയി, എന്തൊക്കെ പരാതികൾ അവിടെ ഇരുന്ന് പറയണേണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗായ്സ് ടാറ്റാ ബൈ ബൈ.